ഓം ശൈവദർശനം ഭാഗം 7. ശിവസ്വരൂപരായ ആത്മഭാവങ്ങളെ പ്രണാമം. ശൈവദർശനത്തിലൂടെ നമുക്ക് യാത്ര തുടരാം. തീർത്ഥയാത്ര. ശരീരം ജഡമാണ്, അസ്ഥിരമാണ്. ശരീരേ നിത്യസത്യമാണ്. ജ്ഞാനാഗ്നിയിൽ പക്വപ്പെടാത്ത ജീവൻ ജന്മ ദുഃഖങ്ങളിൽ നിപതിച്ച് ഉഴലുന്നു. സുഖദുഃഖാദികൾ മാറി മാറി സഹിക്കേണ്ടി വരുന്നു. ജ്ഞാനി ജനിമൃതിക്കു അപ്പുറം പരമമായ സത്യത്തിലെത്തിച്ചേരുന്നു. കർമ്മവിനകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ മരണം സ്വാഭാവികമാണ്. ദേഹവും ദേഹിയും പിരിയുന്നു. ശരീരപതനാനന്തരം ജീവൻ കൂരവിടുന്നു. ശിരസിലെ ശിവം ജീവശക്തിയാണ്. ശരീരത്തിൽ നിന്നും ശിവം വിട്ടുപോകുമ്പോൾ അത് ആ ശരീരം ശവമായിട്ട് മാറുന്നു. പിന്നീട് അത് ആർക്കും തന്നെ വേണ്ട. കോപകാരണം ശ്ലേഷ്മാതി ത്രിദോഷം മൂലമാണ്. വാതം, പിത്തം, കഫം, ത്രിദോഷം. നശ്വര ശരീരത്തെ ഓർത്ത് അഹംഭാവം, നശ്വര ശരീരത്തെ ഓർക്കുമ്പോൾ മനുഷ്യൻ്റെ അഹംഭാവം മാറിക്കിട്ടുന്നു. ഞാൻ എൻ്റേത് എന്നുള്ള ചിന്തയില്ലാതാകുന്നു. മനുഷ്യ ശരീരം 96 തത്വങ്ങൾ നിറഞ്ഞതാണ്. 1. പഞ്ചജ്ഞാനേന്ദ്രിയം. 5. 2. കർമ്മേന്ദ്രിയം. 5. 3. പ്രാണൻ. 5. 4. ഭൂതം. 5. 5. ജ്ഞാനേന്ദ്രിയ വിഷയം. 5. അതായത് രൂപം, രസം, ഗന്ധം, ശബ്ദം, സ്പർശം. 6. വായുക്കൾ, ഉപപ്രാണന്മാർ. 5. 7. ഷഡ് ആധാരം, ആധാരചക്രങ്ങൾ. 6. 8. പഞ്ചകർമ്മേന്ദ്രിയ വിഷയം. 5. അതായത് വചനം, ദാനം, ഗമനം, വിസർഗം, ആനന്ദം എന്നിങ്ങനെ. പഞ്ചകോശം 5. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഇങ്ങനെ 5 കോശങ്ങൾ. സപ്തധാതുക്കൾ 7. രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, ശുക്ലം, മജ്ജ. അഷ്ടകരണങ്ങൾ 8. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, സങ്കല്പം, നിശ്ചയം, അവധാരണം, അഭിമാനം എന്നിങ്ങനെ. 12. അഷ്ടകഷ്ടങ്ങൾ
8 കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഡംഭം, അസൂയ. 13 നാഡിത്രയം 3 ഇട, പിംഗള, സുഷുമ്ന. 14 മണ്ഡലത്രയം 3 അഗ്നിമണ്ഡലം, സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം എന്നിങ്ങനെ. 15 ത്രിദോഷം 3 വാത, പിത്ത, കഫം. 16 ഏഷണത്രയം 3 പുത്രേഷണ, വിത്തേഷണ, ദാരേഷണ എന്നിങ്ങനെ. 17 ഗുണത്രയം 3 സത്വ, രജ, തമോ ഗുണങ്ങൾ. 18 അവസ്ഥാത്രയം 3 ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. 19 ത്രിമൂർത്തികൾ 3 മഹാവിഷ്ണു, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. ഇങ്ങനെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ എന്നിങ്ങനെ. 20 താപത്രയം 3 ആധിഭൗതികം, ആധ്യാത്മികം, ആധി ദൈവികം. 21 ദേഹത്രയം 3 സ്ഥൂല, സൂക്ഷ്മ, കാരണ, ശരീരം. ആത്മഭാവങ്ങളെ ജീവൻ്റെ ആസ്ഥാനം ശിരസിലാണ്, മസ്തിഷ്കത്തിൽ. മസ്തിഷ്കം മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇല്ലാതാകുന്നു. മരണാനന്തരം ജീവൻ്റെ ഗതി എന്താണെന്ന് ആരും അറിയുന്നില്ല. ശരീരം എന്ന വിളക്ക് തൂക്കിയിരിക്കുന്നത് പോലെയാണ്, ഒരു തൂക്കുവിളക്ക് പോലെയാണെന്നർത്ഥം. ജീവൻ എന്ന ദീപനാളി അണഞ്ഞു പോകുമ്പോൾ പിന്നീടൊന്നും തന്നെ ശേഷിക്കുന്നില്ല. മരണം മുന്നിൽ വന്ന് നിൽക്കുന്നതറിയാതെ അങ്ങ് ചിത്തഭ്രമത്തോടുകൂടി സത്യമറിയാതെ അലഞ്ഞു തിരിയുന്നു. മുകളിൽ പറഞ്ഞ 96 തത്വങ്ങളാകുന്ന കാവൽക്കാർ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. പ്രാണൻ വെടിഞ്ഞു കഴിയുമ്പോൾ ആ കാവൽക്കാരെല്ലാം ആ ശരീരം വിട്ടുപോകുന്നു. അങ്ങനെ ജഡം മാത്രം ശേഷിക്കുന്നു. മായയ്ക്ക് ആധാരമായി പല മോഹപടലങ്ങളുമുണ്ട്. മായയെയാണ് ഉപാസിക്കേണ്ടത്, അത് നിത്യസത്യമാണ്. ആത്മഭാവങ്ങളെ നമ്മൾ അല്പസമയം ശിവം അഥവാ ജീവൻ എന്ന തത്വത്തെ ശൈവദർശനത്തിൽ എങ്ങനെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് ചുരുക്കി മനനം ചെയ്യുകയായിരുന്നു. അടുത്തത് സമ്പത്തിൻ്റെ അസ്ഥിരത, ഭൗതികമായ സമ്പത്തിൻ്റെ അസ്ഥിരതയെക്കുറിച്ച് ശൈവദർശനത്തിൽ എന്ത് പറയുന്നു എന്ന് നമുക്ക് മനനം ചെയ്യാം. സ്വസ്തിസ്തു, ശുഭമസ്തു, സന്തു മംഗളശതാനി.